മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे लीलानिर्मितधूम्रलोचनवधे हे चण्डमुण्डात्मिनि निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भावहे സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം തുടരുകയാണ്. ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ നിസുംഭൻ പ്രഹരിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം പറയാണ്, താടിതേ വാഹനേ ദേവി ക്ഷുരപ്രേണാസിം ഉത്തമം നിസുംഭസ്യ ശുചിച്ഛേദ ചർമ്മ ചാപ്യഷ്ട ചന്ദ്രകം. നീ അങ്ങനെ ദേവിയുടെ സിംഹത്തിനെ പ്രഹരിച്ചപ്പോൾ, സിംഹത്തിനെ പ്രഹരിച്ചു എന്ന് പറഞ്ഞു. ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിനെ ഈ ചർമ്മം കൊണ്ട് നിസുംഭൻ പ്രഹരിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതാണ് പറയണത്, താടിതേ വാഹനേ. ഇപ്രകാരം ദേവിയുടെ ആ വാഹനമായിട്ടുള്ള സിംഹമാണ് ദേവിയുടെ വാഹനമാണല്ലോ. ആ വാഹനം ആയിട്ടുള്ള ആ സിംഹം ഛേദിക്കപ്പെട്ടപ്പോൾ സിംഹത്തിനെ ഈ നിസുംഭൻ തറയ്ക്ക് അടിച്ചതായിട്ടുള്ള സമയത്ത് തൻ്റെ ദേവിക്ക് സ്വാഭാവികമായിട്ടും കോപം വന്നുല്ലോ. ക്ഷുരപ്രേണ അസിം ഉത്തമം നിസുംഭസ്യ ചിച്ഛേദ. നിസുംഭസ്യ ഉത്തമം അസിം ചിച്ഛേദ. നിസുംഭൻ്റെ ഉത്തമമായിട്ടുള്ള ആ അസിയെ അങ്ങോട്ട് മുറിച്ചു. ആ വാളോണ്ടാണ് സിംഹത്തിനെ വെട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ ആ സിംഹത്തിൻ്റെ വാളിനെ അങ്ങോട്ട് ഛേദിച്ചു ദേവി എന്നാണ്. ആ വാള അങ്ങോട്ട് മുറിച്ചു. എങ്ങനെയാണ് വാള് മുറിച്ചത്? ക്ഷുരപ്രേണ, തൻ്റെ ക്ഷുരപ്രം കൊണ്ട്. ക്ഷുരപ്രം എന്നുള്ളത് ഒരു ആയുധവിശേഷം തന്നെയാണ്. ആ കത്തി പോലെയുള്ളതായിട്ടുള്ള ഒരു അമ്പ് ആണ് അത്. ആ ക്ഷുരപ്രം എന്നുള്ളത് വളരെ മൂർച്ചയുള്ളതായിട്ടുള്ള ഒരു അസ്ത്രവിശേഷം ആണ്. അതുകൊണ്ട് ക്ഷുരപ്രം കൊണ്ട് ഈ ദേവി തൻ്റെ ക്ഷുരപ്രം കൊണ്ട് നിസുംഭൻ്റെ വാളിനെ മുറിച്ചു എന്നാണ്. ക്ഷുരപ്രേണ അസിം ഉത്തമം. ഉത്തമമായിട്ടുള്ള ആ അസിയെ, സിംഹത്തിനെ വെട്ടാൻ ഉപയോഗിച്ചതായിട്ടുള്ള ആ അസിയെ ദേവി മുറിച്ചു. നിസുംഭൻ്റെ ആ അസിയെ, വാളിനെ ദേവി ചിച്ഛേദ മുറിച്ചു. ചർമ്മജാപ്യഷ്ടചന്ദ്രകം. അഷ്ടചന്ദ്രകം ചർമ്മ അപി. ഇനി വാള് മാത്രമല്ല, അഷ്ടചന്ദ്രകം ചർമ്മ അപി. ചർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർമ്മം തന്നെ. ആ പരിച എന്നുള്ളത് ആ എങ്ങനെയുള്ള പരിചയാണ്? അഷ്ടചന്ദ്രകം, 8 ചന്ദ്രക്കല ഉള്ളതായിട്ടുള്ള ചർമ്മം. അതായത് ചന്ദ്രക്കല പോലെയുള്ളതായിട്ടുള്ള കൊത്തുപണികളോ അങ്ങനെയുള്ളതായിട്ടുള്ള ചർമ്മം എന്ന് വെച്ചാൽ മറച്ചിട്ടാണ്. അതിനെ ഛേദിച്ചു. ഇതിന് ശക്തിയുള്ളതാണല്ലോ, ആയുധം കൊള്ളാണ്ടിരിക്കാനുള്ളതാണ് മാർച്ചട്ട. ആ മാർച്ചട്ടയും വെട്ടിപ്പൊളിച്ചു എന്നാണ്. നിസുംഭൻ്റെ മാർച്ചട്ടയും വെട്ടിപ്പൊളിച്ചു, വാളിനെയും പൊളിച്ചു തൻ്റെ ക്ഷുരപ്രം കൊണ്ട് എന്നാണ്. ഇനി കോപാത്മാതോ നിസുംഭോധ ശൂലം ചിക്ഷേപദാനവഃ ആയാന്തം മുഷ്ടിപാതേന ദേവീ തച്ചാപ്യചൂർണയിൽ. കോപാന്ധമാത, കോപം കൊണ്ട് ആധ്മാതനായിട്ടുള്ള ആ നിസുംഭൻ, കോപം കൊണ്ട് വർദ്ധിച്ചതായിട്ടുള്ള ആധ്മാത ഹൃദയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ഷോഭിച്ചതായിട്ട് ഹൃദയത്തോടു കൂടിയ മനസ്സോടു കൂടിയതായിട്ടുള്ള ആ അസുരൻ തൻ്റെ വാളും പരിചയും മുറിഞ്ഞപ്പോൾ അധികം ദേഷ്യം വന്നു. അങ്ങനെയുള്ളതാണ് കോപാധ്മാത, അത്യധികമായ കോപത്തോടു കൂടിയ ആ നിസുംഭൻ. അഥ ശൂലം ചിക്ഷേപ ദാനവ. ആ ദാനവനായിട്ടുള്ള നിസുംഭൻ ശൂലം ചിക്ഷേപ, ശൂലത്തെ എറിഞ്ഞു. തൻ്റെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള ശൂലം ദേവിക്ക് നേരെ എറിഞ്ഞു എന്നാണ്. ആയാന്തം മുഷ്ടിപാതേന ദേവി തച്ചാപ്യചൂർണയൽ. ആയാന്തം തൻ്റെ നേരെ വരുന്നതായിട്ടുള്ള, നേരെ വരുന്നതായിട്ടുള്ള തച്ച, അതിനെയും ആ ശൂലത്തെയും മുഷ്ടിപാതേന, മുഷ്ടി കൊണ്ട്, തൻ്റെ മുഷ്ടി, വെറുതെ വേറൊന്നും വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. വെറും മുഷ്ടി കൊണ്ട് തന്നെ ആ ശൂലത്തെ പൊടിച്ചു എന്നുള്ളതാണ്. ആയാന്തം മുഷ്ടിപാതേന ദേവി
തച്ചാപി അചൂർണയത് പൊടിയാക്കി എന്നുള്ളതാണ്. അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു ദേവിയുടെ കയ്യിന് മുഷ്ടിക്ക് എന്നുള്ളതാണ്. ആ തൻ്റെ മുഷ്ടിപാദം കൊണ്ട് നേർക്ക് വരുന്നതായിട്ടുള്ള ആ ശൂലത്തെ പൊടിയാക്കി എന്നാണ്. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ അതെടുത്തു, വേറെ ഒന്നും വേണ്ടി വന്നില്ല ആയുധം എന്നുള്ളതാണ്. ദേവി തച്ചാപി അചൂർണയൽ, അതിനെയും ദേവി അചൂർണയത് ചൂർണമാക്കി പൊടിയാക്കി എന്നുള്ളതാണ്. ഇനി ആവിധ്യാസ ഗതാം സോപി ചിക്ഷേപ ചണ്ഡികാം പ്രതി സാപി ദേവ്യാസ്ത്രശൂലേന പിന്നാ ഭസ്മത്വമാഗത. അത് പിന്നീട് ആവിധ്യ അത് എടുത്തിട്ട് ആവിധ്യാസ ഗതാം സോപി ഗത എടുത്തിട്ട് പിന്നെ ഗതയെ എടുത്തിട്ട് ചിക്ഷേപ ചണ്ഡികാം പ്രതി അതിനെ ചണ്ഡികയുടെ നേർക്ക് എറിഞ്ഞു തന്നെയാണ് ചെയ്യണത് എന്നുള്ളതാണ്. ആ പിന്നീട് ഗതയെടുത്തിട്ട് അതും അത് ആ വിദ്യ അതങ്ങടെ ചുഴറ്റിയിട്ട് ആ ഗതയെടുത്ത് ചുഴറ്റി ആ വിദ്യ ചുഴറ്റിയിട്ട് ഗതാം സോപി സഹ അഭി അവനാകട്ടെ ഗതാം ആ വിദ്യ ഗതയെ ചുഴറ്റിയിട്ട് ചിക്ഷേപ ചണ്ഡികാം പ്രതി ചണ്ഡികയുടെ നേർക്ക് എറിഞ്ഞു എന്നാണ്. സാപി ദേവ്യാസ്ത്രശൂലേന ഭിന്നാ ഭസ്മത്വമാഗത. സാപി ആ ഗതയും ആ ഗതയെ എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ആ ഗതയും ദേവ്യാഹ ത്രിശൂലേന ദേവിയുടെ ത്രിശൂലം കൊണ്ടാണ് പിന്നെ ഉണ്ടായത്. ദേവ്യാഹ ത്രിശൂലേന ദേവിയുടെ ത്രിശൂലം കൊണ്ട് ഭിന്ന പൊളിഞ്ഞ് ഭസ്മത്വമാഗത ഭസ്മമായിട്ട് തീർന്നു. അതായത് പൊടിയായി എന്നുള്ള അർത്ഥമുള്ളൂ അവിടെ. ആ ഗതയെ എറിഞ്ഞപ്പോൾ ആ ഗതയും ദേവിയുടെ അസ്ത്രം കൊണ്ട് ദേവിയാ ത്രിശൂലം കൊണ്ട് ഭസ്മമാക്കിയത് പൊളിഞ്ഞ് ഭസ്മമായി പോയി ആ ഗതയും എന്നാണ് പറയുന്നത്. ഇനി പിന്നെ തഥ പരശുഹസ്തം തമായാന്തം ദൈത്യപുംഗവം ആഹത്യ ദേവി ബാണൗഖൈ അപാതയത ഭൂതലേ. തതഃ അനന്തരം പരശുഹസ്തം പരശു കയ്യിലെടുത്തുകൊണ്ട് മഴു കയ്യിലെടുത്തിട്ടാണ് പിന്നെ വരവ്. അതായത് ഓരോരോ ആയുധങ്ങളും ദേവി നഷ്ടമാക്കി ഇല്ലാണ്ടാക്കി. അപ്പോൾ പരശുഹസ്തം പിന്നീട് മഴു എടുത്തിട്ട് വന്നതായിട്ടുള്ള ആ അസുരനെ പരശുഹസ്തം തം ആയാന്തം പരശു കയ്യിലെടുത്തുകൊണ്ട് വരുന്നതായ ദൈത്യപുംഗവം ആ അസുരശ്രേഷ്ഠനെ നിസുംഭനെ ആഹത്യ ദേവീ ബാണൗഖൈ ആഹത്യ ബാണസമൂഹങ്ങളെ കൊണ്ട് ബാണസമൂഹങ്ങളെ കൊണ്ട് ആഹത്യ പ്രഹരിച്ചിട്ട് തൻ്റെ അടുത്തേക്ക് മഴുവും കൊണ്ടുവരുന്നതായിട്ടുള്ള അസുരനെ ബാണങ്ങൾ കൊണ്ട് പ്രഹരിച്ചു ദേവി എന്നാണ്. ബാണൈഹി ആഹത്യ ബാണൗഹൈഹി ആഹത്യ ബാണസമൂഹങ്ങളെ കൊണ്ട് പ്രഹരിച്ചിട്ട് അപാതയത ഭൂതലേ അപാതയത വീഴ്ത്തി. എവിടെ? ഭൂമിയിൽ വീഴ്ത്തി, നിലത്ത് വീഴ്ത്തി. അതായത് അസ്ത്രങ്ങൾ കൊണ്ട് നിലം പതിപ്പിച്ചു എന്നാണ്. അപാതയത ഭൂതലേ അപാതയത ഭൂതലത്തിൽ വീഴ്ത്തി നിലം പതിപ്പിച്ചു എന്ന് സാരം. ആ നിസുംഭനെ നിലം പതിപ്പിച്ചു, കൊന്നു എന്ന്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.